പക്ഷെ ദിലീപേട്ടനുള്ള ബോണ്ടിങ്ങിനിടയ്ക്ക് ഇപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് വിഷമങ്ങൾ, ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ എന്തെങ്കിലും അറിയിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ദിലീപേട്ടൻ്റെ പ്രശ്നങ്ങളല്ല, ഇപ്പം കുറേ പ്രശ്നങ്ങൾ നടന്നു, അതിന് ഏതെങ്കിലും ഒരു വിഷമം ചേട്ടനുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഒരു വലിയ പ്രഷറിൻ്റെ പുറത്താണ് നിൽക്കുന്നതിൻ്റെ ആ ഒരു ചില കാര്യങ്ങൾ ഹിൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഞങ്ങളിരുന്ന് സംസാരിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ എന്നോട് അങ്ങനെ തുറന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അങ്ങനെ എന്നോട് പോലും പറയേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത്. ഇങ്ങനെ നീ വിചാരിക്കും പോലെ ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചില സത്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. അത് നമുക്കിപ്പോൾ പറയണ്ട, നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾ തമ്മിലുള്ളതാണ് വിശ്വാസം. അതെ. പക്ഷെ ഇപ്പോഴും ദിലീപേട്ടനെ കാണുമ്പോൾ ഇപ്പം അന്നും ഇങ്ങനെയായിരുന്നു, തല മുട്ടയടിച്ചുള്ളൊരു അഖിലേഷിനായിരുന്നു പല രൂപത്തിലും. ആണോ? ഇപ്പൊ ദിലീപേട്ടനെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയോ? അറിയാനോ അറിയപ്പെടാ അക്കു അഖിലു ഇങ്ങനെയാണ് അവൻ എന്നെ വിളിക്കുന്നത്. അല്ലെങ്കിലും അങ്ങനെ അറിയോ? അക്കൊന്ന് വിളിക്കോ? കണ്ടാൽ ഈ ഒരു സമയത്തില് അല്ല ഈ ഒരു ഇതില് കണ്ടാൽ തിരിച്ചറിയുന്നു. അവാർഡ് നൈറ്റിനെ കാണുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ അത് വല്ല ഇപ്പം നമ്മളിൽ ഏറ്റവും തിക് ഫ്രണ്ട്സ് വർഷങ്ങളായിട്ടുള്ള അത്ര അടുപ്പമുള്ള സംഗതി വരുമ്പോൾ ഞാനതൊരു ഫോർമാലിറ്റി ഉണ്ടാവില്ല. വേറെ എന്തെങ്കിലും ഇപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ആദ്യം കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു മുട്ടം തെറി പറഞ്ഞിട്ട് ഇങ്ങനെ പോലും ഞങ്ങൾ പരസ്പരം ഇരിക്കാറില്ല. ഇങ്ങനെ കിടന്നിട്ടായിരിക്കാം, കാല് വെച്ചിട്ടായിരിക്കാം. അത്രയ്ക്കുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അപ്പൊ ഏത് തരത്തിലുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ബോണ്ടിങ് നിങ്ങൾ തമ്മിലുണ്ട്. ഒരു പരിധി വരെ ലിമിറ്റ് ഉണ്ട് അല്ലേ? ആ ലിമിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വച്ചിരിക്കുന്നതാണ്. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അറിയേണ്ട കാര്യം ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇങ്ങോട്ട് പറയാം. ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞില്ലേ, പല കാര്യങ്ങളും ഹൃദയം തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും അങ്ങോട്ട് ആവശ്യപ്പെട്ടില്ല. ചില കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് അത് പുള്ളിക്ക് തോന്നുന്നു അത് എൻ്റെ തെറ്റിദ്ധാരണയാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് തിരുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് കുറേ കാര്യങ്ങൾ പറയേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒറ്റയ്ക്കിരുന്നപ്പോഴത്തേക്കും പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ആ ഒരു ചർച്ചയിലോട്ട് പോകണ്ട കാര്യം, അത് നിങ്ങൾ നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, അത് പറ്റത്തില്ല. ഒരുപാട് സംഗതികൾ പറയേണ്ടി വരും. അത് വേണ്ട. അല്ല, അതിൻ്റെ ആവശ്യമില്ല. നമുക്കിപ്പം സാർ ഞാൻ പറഞ്ഞ പോലെ കേരളത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇൻട്രോ കൊടുത്തല്ലേ ഷക്കീലെ പരിചയപ്പെടുത്തിയ ഡയറക്ടറെ, ഇനി പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ഈ ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേന് ആ ഡയറക്ടറെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും ആൾക്കാർ കൊതിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ കണ്ടിട്ടില്ല, അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. ആൾക്കാർക്ക് 100 കാര്യങ്ങളുണ്ട്. ഇല്ലെന്ന് ഇത് പഴയ കാര്യങ്ങളെ ഇപ്പൊ കൊണ്ടുവന്നോണ്ടിരിക്കുന്നത്, പഴയ പാട്ടുകൾ റീക്രിയേറ്റ് ചെയ്യുന്നു, പഴയ സിനിമകൾ കൊണ്ടുവരുന്നു, റീ റിലീസിങ്, അങ്ങനെയൊക്കെ വരുമ്പോൾ പുതിയ ആൾക്കാർ പറഞ്ഞു കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇപ്പം മോശം പ്രവൃത്തിയാണ് ഞാൻ പറയില്ല, അതേ പറയില്ല, എൻ്റെ തൊഴിലിന്റെ ഭാഗമാണ്. അതെ, ആയിരുന്നു, അതിപ്പോഴും അങ്ങനെ. പക്ഷെ അത് വമ്പൻ ഹിറ്റടിച്ചു, അത് അവിടെ ഹിറ്റടിച്ച് കൊടുക്കുകയും ചെയ്തു. ഇപ്പൊ സീരിയലിലേക്കാണ് സാർ നിൽക്കുന്നത്. അപ്പോൾ എന്റെ ഗുണമൊന്നും അല്ലെന്നേ, അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, വർക്ക് ചെയ്തിട്ടുള്ളതിൽ ഫ്ലോപ്പ് സിനിമകളുണ്ട്, അട്ടർ ഫ്ലോപ്പ് സിനിമകളുണ്ട്, സൂപ്പർ ഡൂപ്പർ ഹിറ്റ് സിനിമകളുണ്ട്, 12 ദിവസം കൊണ്ട് തീർത്ത സിനിമകളുണ്ട്, 90 ദിവസം കൊണ്ട് തീർത്ത സിനിമകളുണ്ട്. അതൊക്കെ നമ്മൾ ഫേറ്റ്, നമ്മുടെ കയ്യിലല്ല ഒന്നും. നമ്മൾ സിനിമകൾ ചെയ്തിട്ടുണ്ടല്ലോ, എല്ലാ സിനിമകളും ഓടണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനകത്തേക്ക് ഇരിക്കുന്നതും പേന എടുക്കുന്നതും വർക്ക് ചെയ്യുന്നതും എല്ലാം. അതെ. പക്ഷെ എങ്കിലും 40-ൽ പരം സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചെയ്ത സിനിമകൾ ഏതെങ്കിലും ഓർത്തു വെക്കാൻ പറ്റുമോ നമ്മുടെ പ്രേക്ഷകരോട്? അല്ല, അത് എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല. കാര്യം ഒരു സമയത്തുള്ള ഞാനൊക്കെ സജീവമായിട്ട് സിനിമയിൽ നിൽക്കുന്ന സമയത്ത് ട്രെൻഡുകളായിരുന്നു പലതും. മീൻസ് ചെറിയ ആൾക്കാരുടെ സിനിമ, അല്ലെന്നുണ്ടെങ്കിൽ മിമിക്രി ആർട്ടിസ്റ്റുകൾ മാത്രം വെച്ചുള്ള കുറേ സിനിമകൾ, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഹിറ്റ് സിനിമയുടെ പിൻബലത്തിൽ ചെയ്തെടുക്കുന്ന ഒരേ അച്ചിലുള്ള കുറേ സിനിമകൾ. ഇതിനിടയ്ക്ക് ഓർത്തു വെക്കാൻ മാത്രമായിട്ടുള്ള, അതിപ്പോൾ ഞാനെല്ലാം ദിവസം ഈ ഭാരതപ്പുഴയുടെ കരയിൽ ഇങ്ങനെ രാത്രി ആകുമ്പോഴത്തേക്കും വർക്ക് തുടങ്ങുന്നതിന് 2 ദിവസം മുന്നേ ഞങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞില്ലേ, 2-3 ദിവസം. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊന്നുമല്ല ഞങ്ങളുടെ മനസ്സിലുള്ള സിനിമകളെന്ന് പറയുന്നത്. ശരിക്കും ഞങ്ങൾ അന്ന് മനസ്സിലാക്കേണ്ട സിനിമകളാണ് ഇന്നിവിടെ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്തെ സിനിമകൾ. പക്ഷെ അന്ന് ഞങ്ങൾ ചെയ്തതും മോശം സിനിമയാണെന്ന് ഒരു കാരണവശാലും ഞങ്ങൾ പറയില്ല. കാരണം അന്ന് അതായിരുന്നു ആവശ്യം, അന്ന് അവിടെ വരെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ സിനിമ. എത്തിപ്പെടാത്ത സിനിമകൾ എന്ന് പറയുന്ന വേറൊരു ഓണറിൽ പൊക്കോണ്ടിരിക്കുകയായിരുന്നു, അവിടെ നമുക്ക് തൊടാൻ പറ്റില്ലായിരുന്നു. അല്ല, പ്രേമലു പോലത്തെ സിനിമയൊക്കെ ചെറിയ ബഡ്ജറ്റാണ്, അതൊക്കെ ഭയങ്കര ഹിറ്റടിച്ച സിനിമകളാണ്. പ്രേമലു, നിങ്ങളുടെ സിനിമ വാഴ, അതൊക്കെ ഹിറ്റടിച്ച സിനിമകളാണ്. ബഹുമാനം തോന്നാണ്. കുമ്പളങ്ങി നൈറ്റ്സ്, പ്രേമലു, ആവേശം, ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് അതിശയമാണ് തോന്നുന്നത്. അത് കാണുമ്പോഴത്തേക്കാണ് നമുക്കൊരു സമാനം, എനിക്കൊരു സമാനം വരുന്നത്. നമ്മളില്ലാത്തതിന്റെ കുറവ് ബാധിച്ചില്ല, പുതിയ പിള്ളേരുടെ കാലിൽ തൊട്ട് തോന്നുന്നത്. നമുക്ക് സന്തോഷം തോന്നുന്നതാണ് കാര്യം, ഇങ്ങനെ മലയാള സിനിമ മാറിയല്ലോ എന്നുള്ളത്. മറ്റത് മറ്റേ എന്താ പറയുക, ഒരു കയറിൽ കെട്ടിയിട്ട് ഇങ്ങനെ ഒരു അച്ചുകൊണ്ടിൽ കിടന്ന് കറങ്ങുകയായിരുന്നു ഒരു സമയത്ത് മലയാള സിനിമ. അതൊക്കെ മാറി, എല്ലാ പാറ്റേണുകളും മാറി, എല്ലാം ബ്രേക്ക് ചെയ്യപ്പെട്ടു മലയാള സിനിമ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്.
അങ്ങനെ മാറണം. എല്ലായിടത്തും ട്രെൻഡ് വേറെയാണ് കേട്ടോ. അല്ല, മാറ്റം വേണ്ട സാറേ. അറിയുന്നില്ല എന്ന് മാത്രമല്ല, മാറ്റം ഇപ്പോഴല്ല, ഇതിനു മുന്നേ വരേണ്ടതായിരുന്നു. പിന്നെ എല്ലാത്തിനും ഒരു കാലം നിശ്ചയിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ മാറിക്കൊടുത്തല്ലേ പറ്റുള്ളൂ. പ്രേക്ഷകരോട് പറയാനുള്ളത്, സാറ് വിചാരിക്കും ഇവൻ എന്നെ ഷക്കീലെ ടാർഗറ്റ് ചെയ്ത് മാത്രമാണല്ലോ ചോദിക്കുന്നത്. അല്ല, സാർ ഇപ്പോൾ സീരിയലിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ മാനത്തെ കൊട്ടാരം സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഉഗ്രനൊരു കഥാപാത്രമാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ലൊക്കേഷനിൽ വന്നിട്ട് പോലും സാറിന് എനിക്ക് കിട്ടിയിട്ടില്ല. അമ്മാതിരി തിരക്കായിരുന്നു, വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടുണ്ട്. അതിലെന്ത് കഥാപാത്രമാണ് ചെയ്യുന്നത്? സാറിൻ്റെ ഫസ്റ്റ് സീരിയലാണോ അതോ അതിന് മുന്നേ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്, മാനത്തെ കൊട്ടാരം കഴിഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒട്ടും താല്പര്യമില്ലാത്ത പണിയാണ് എനിക്ക്. അഭിനയം മറ്റൊന്നുമല്ല, ഇവർക്ക് വെറുതെ ഇരിക്കുന്ന ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഈ അഭിനയിക്കുന്ന സമയം ഒഴികെ ബാക്കി വെറുതെ സമയം നഷ്ടപ്പെടുകയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ താല്പര്യമില്ലാതെ അത് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, താല്പര്യമുള്ള ഒരുപാട് പേര് ഇപ്പുറത്തേക്ക് മാറിയിരിക്കുന്നുണ്ട്. അതെ, ഒരു വേഷം ചെയ്യണമെന്ന്, അതിലൂടെ അറിയപ്പെടണം എന്നൊക്കെയുള്ള. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു പ്രൈവസി പോവുകയാണ്. എന്താണ് അതിൻ്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സംവിധായകനും നടനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചോദിക്കും. ഒരു ആദ്യമേ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞേക്കാം. ഒരു സംവിധാനം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നത് മറ്റുള്ളവർ കേൾക്കുന്നു, അതിൻ്റെ ഔട്ട് എനിക്ക് കൃത്യമായിട്ടറിയാം. ഇത് മറ്റുള്ളവർ പറയുന്നത് ഞാൻ കേൾക്കുന്നു, ഇതിൻ്റെ ഔട്ട് എനിക്ക് അറിയില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നാടകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാടകം ഇപ്പോഴും നാടകം ചെയ്യുന്ന ഒരാൾ, ലൈവായിട്ട് ചെയ്യാൻ ഇഷ്ടമല്ലേ? അതിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നാടകത്തിന് വേണ്ടിയിട്ട് വിളിച്ചു. പക്ഷേ സാറ് നന്നായിട്ട് ചെയ്യും. ഞാൻ ആ ലൊക്കേഷനിൽ വന്നപ്പോൾ 1-2 സീൻസ് ഞാൻ കണ്ടു. സാർ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് രാഷ്ട്രീയ പഠിച്ച് ചെയ്യുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കത് ഒരു ഡയലോഗ് പറയുന്നത് കേട്ടിട്ട് അത് എങ്ങനെ പറയണമെന്നും ഏതാണ് അതിൻ്റെ ട്രെൻഡെന്നും ചെയ്യുമ്പോൾ ഏത് പ്രവൃത്തിയോടും ഒരു ആത്മാർത്ഥത നമുക്കുണ്ട്. 100% ആത്മാർത്ഥത പ്രവൃത്തിയിട്ട് നമ്മളത് പോകും. അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നിശ്ചയിക്കേണ്ട സംവിധായകനാണ്. അപ്പോൾ ഞാൻ പറയില്ല, എന്നെ അഭിനയിക്കാൻ വേണ്ട ആര് വിളിച്ചാലും സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പോകും. ഒരു പാസിങ് ഷോട്ടിനെ വിളിച്ചാൽ പോലും ഞാൻ പോകും. കാര്യം അതിന് യോഗ്യനാണ് ഞാനെന്ന് അവർക്ക് ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ എന്നെ വിളിക്കുക. അല്ലാതെ വലിയ വേഷമേ ചെയ്യൂ, ചെറിയ വേഷമേ ചെയ്യുള്ളൂ, അങ്ങനത്തെ ഒരു സംഗതി ഇല്ല. പിന്നെ ഇതിൻ്റെ അത് അഭിനയൻ്റെ തൊഴിലില്ലാത്തതുകൊണ്ട് ഞാൻ ചാൻസ് ചോദിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സംവിധായകനായിട്ട് നടക്കുന്ന ഞാൻ ഇപ്പോഴും ആൾക്കാരോട് ചാൻസ് ചോദിക്കുന്നുണ്ട്. ഓരോ ചാനലും വിളിച്ചിട്ട്, സാർ അടുത്ത ചാൻസ് എനിക്ക് തരണേ. ചാൻസ് ചോദിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ നമുക്കാണെങ്കിലും അമിതാഭ് ബച്ചനാണെങ്കിൽ പോലും ചാൻസ് ചോദിച്ചു വളർന്നുകൊണ്ട് അതിനെനിക്ക് ബുദ്ധിമുട്ടില്ല. വേഷങ്ങൾ എങ്ങനെ എന്നിലേക്ക് വേഷങ്ങൾ വരുമെന്ന് പറഞ്ഞാൽ, സ്നേഹ നിർബന്ധങ്ങളും ചാനലിലേ നമ്മൾ വിളിച്ചിട്ട് ഇങ്ങനെ അടുത്ത പ്രോജക്റ്റ് എൻ്റെ പേര് മറന്നു പോലെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഒഴിവാക്കാനും പറ്റില്ല, ഒഴിവാക്കാതിരിക്കാനും പറ്റില്ല. പക്ഷേ ഞാൻ ഫ്രീ ആണെന്നുള്ള ആരും അറിയുമ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, കുറച്ച് ദിവസത്തേക്ക് ഫ്രീ ഇല്ലേ, ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു സീരിയലിൽ ഒരു വേഷമുണ്ട്, അതൊന്ന് കയറി ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ അവിടെ പെട്ടു, പറ്റില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, എന്നെ അവർ പെടുത്തി. അതെ, സാറിന് ഇനിയും സാറിൻ്റെ കൂടെ ഒരു വട്ടോടെ ഇരിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം ഇനിയും കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പോൾ നമ്മുടെ സമയങ്ങൾ കുറച്ചധികം സാറിനെ എടുത്തെന്ന് എനിക്കറിയാം. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, കേരളക്കരയ്ക്ക് ഇതാ തന്നിരിക്കുന്നു, കിന്നാരത്തുമ്പിലെ ഡയറക്ടർ ഇതാ നേരിട്ട് തന്നിരിക്കുന്നു, കണ്ടോളൂ. അല്ലല്ല, തിരുത്തണ്ട, അത് ഞാനല്ല, ഗോസ്റ്റ് അല്ലേ? ഗോസ്റ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ചെയ്തിരിക്കുന്ന സാറല്ലേ? ഗോസ്റ്റ് ഡയറക്ടർ അല്ലേ? അപ്പൊ അതിന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ JR പ്രസാദ് സാറിന്റെ കൂടെ എപ്പോഴും കൂടെ സാറും ഉണ്ടായിരുന്നു ആ സിനിമയിൽ. 22 സിനിമകളിൽ ഗോസ്റ്റ് ഡയറക്ടർ ആയിരുന്നു. 22 ഡയറക്ടേഴ്സിന്റെ പിന്നിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ എങ്കിലും അതിന് ഒന്നാമത്തെ ഡയറക്ടർ താങ്കളുമായിരുന്നു അതിനകത്ത്. അപ്പോൾ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വൻ ഹിറ്റ് സിനിമകളിൽ എനിക്ക് അതിന്റെ ഇതിപ്പോ നിങ്ങളെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചുകൊണ്ട് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. മറ്റേത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, അത് മോശമായി പോയി എന്ന് പറഞ്ഞിട്ട് നാളെ ഇല്ല. ബിഹൈൻഡ് ദ ക്യാമറ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ചോദിക്കേണ്ട എന്നുള്ളത്. അതുകൊണ്ടാണ് അതൊന്നും ചോദിക്കാൻ. അപ്പൊ സാർ നമ്മുടെ മൂവികളുടെ മിനി സ്ക്രീനിലെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എന്ത് പറയാൻ, സാറിന്റെ ഇപ്പോഴത്തെ ഇനി പുതിയ കരിയർ സീരിയലിലേക്ക് വന്നുകൊണ്ടിരിക്കുക, കഥാപാത്രത്തെ കുറിച്ച് പറയാം. ഇപ്പൊ സപ്പോർട്ടുണ്ട്, മാനത്തെ കൊട്ടാരം സീരിയൽ സപ്പോർട്ടുണ്ട്. അതിൽ ആ കഥാപാത്രത്തെ കുറിച്ച് ഒന്നുകൂടെ എടുത്തു പറഞ്ഞാൽ ഇനിയും കൂടുതൽ ആൾക്കാർ കാണട്ടെ സാറേ. കരുണാകരക്കുറുപ്പ് XMLA എന്നുള്ളതാണ് കഥാപാത്രത്തിന്റെ പേര്. സ്വന്തം കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് എന്ത് വൃത്തികേടും ചെയ്യുന്ന ഒരു ക്യാരക്ടർ, നേടാൻ വേണ്ടി എന്തും ചെയ്യും. അയാളുടെ കാര്യസാധ്യത്തിന് വേണ്ടി അയാൾ എന്തും ചെയ്യുന്ന, ആരുടെ കാല് പിടിക്കാനോ, അതൊന്നും മകനാണെങ്കിൽ പോലും കാല് പിടിച്ചിട്ടെങ്കിലും കാര്യം സാധിക്കും എന്ന് പറയുന്ന വളരെ ലൗഡറായിട്ടുള്ളൊരു ക്യാരക്ടർ. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്നത്. ഞാൻ ഒതുക്കിയിട്ടല്ല ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ക്യാരക്ടറിൻ്റെ ഡിസൈൻ അങ്ങനെയാണ്. ബാക്കിയുള്ള എല്ലാ ക്യാരക്ടറിനും ഒരു സ്വഭാവത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ക്യാരക്ടറാണത്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ലൗഡറായിട്ട് ഇനി ചെയ്യാൻ പറ്റുന്നു. അതിനുള്ള സ്വാതന്ത്ര്യ സംവിധായകനും എഴുത്തുകാരും ചാനലും തരുന്നത് കൊണ്ടാണ് ഒരു പക്ഷേ എനിക്കത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും നേരം നമ്മോടൊപ്പം പല കാര്യങ്ങൾ പറഞ്ഞു, പലതൊക്കെ അറിയാത്ത കാര്യങ്ങൾ കുറച്ച് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തി. വളരെ സന്തോഷം സാറേ.
ഇനി നമ്മൾ ഒരു വട്ടോടെ ഇരിക്കും. അടുത്തൊരു സിനിമ എടുത്തതിന് ശേഷം നമ്മൾ ഇരിക്കും ഉറപ്പായിട്ടും. സീരിയൽ നന്നായിട്ട് പോട്ടെ, ഒരു 1000 എപ്പിസോഡ് പോട്ടെ. സിനിമ ചെയ്യാൻ പേടിയുള്ളതുകൊണ്ടല്ല, ഇപ്പം എനിക്ക് എൻ്റെ ഒരു അഭാവം സിനിമ ഇല്ലാത്ത എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് സിനിമ ചെയ്യാത്തത്. ഈ അഭാവം മാറുമ്പോൾ സാറേ, അഭാവം മാറുമ്പോൾ ന്യൂ കമ്പറായിട്ട് ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സാറിന് ഇന്റർവ്യൂ എടുത്ത ഒരാളുണ്ട്, അനീഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിയോട് വിളിക്കാൻ മറക്കരുത്. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് സാർ. എൻ്റെ പേര് അതേട്ടോ പറഞ്ഞത്. വളരെ സന്തോഷം. എല്ലാവിധ ഭാവങ്ങളും തരുന്നു. താങ്ക് യു സോ മച്ച് സാർ.